ഹായ് ഓൾ, ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ലാസ്റ്റ് 2 വീഡിയോയിൽ ഞാൻ സംസാരിച്ച സെയിം കോൺസെപ്റ്റ്, ഏൺ വൈൽ യു ലേൺ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 18ാമത്തെ വയസ്സ് തൊട്ട് തന്നെ എങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം, ജോലി ചെയ്തുകൊണ്ട് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാം, ഫിനാൻഷ്യലി എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം, ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. സോ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഇതുവരെയായിട്ടും ആൾക്കാർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്ത, കേട്ടിട്ടില്ലാത്ത, ബട്ട് ഇനി പോകുന്ന കാലങ്ങളിൽ, ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനെ കുറിച്ചാണ്. സോ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഞാൻ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ UAE ആണ്. ദുബായ് അല്ലെങ്കിൽ UAE എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കുറച്ചും കൂടി ലിബറൽ ആവാൻ പോവുകയാണ്. സോ നമ്മൾ കാനഡ കണ്ടു, UK കണ്ടു. കാനഡ 2014-15 കാലഘട്ടങ്ങളിൽ അവരുടെ മൈഗ്രേഷൻ പോളിസി കുറച്ചും കൂടി ലിബറൽ ആക്കിയ സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 2019-20 കാലഘട്ടങ്ങളിലൊക്കെ ആവുന്ന സമയത്ത് കാനഡ കുറച്ച് സ്ട്രിക്റ്റ് ആക്കി. അതുപോലെ 2019 കാനഡ സ്ട്രിക്റ്റ് ആക്കിയ ആ ഒരു സമയത്ത് UK കുറച്ചും കൂടി ലിബറലാക്കി. അവർ ബ്രെക്സിറ്റിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസിനെ അവർ അബ്സോർബ് ചെയ്തു. അതിനുശേഷം UKയും കുറച്ച് സ്ട്രിക്റ്റ് ആക്കി അവരുടെ വിസ റൂൾസും പോളിസീസൊക്കെ. ഇപ്പം കറൻ്റ്ലി ജർമ്മനി പോലെയുള്ള കൺട്രീസ് കുറച്ചും കൂടി ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റഡി ഇൻ UAE. കാരണം UAE ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാ ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസിൻ്റെയും ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് UAEയിൽ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് വൈ UAE ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മലയാളീസ് എന്ന് പറയുന്നത്, ഇപ്പം മലയാളികൾക്ക് UAE ഒരു സെക്കൻഡ് ഹോമാണ്. നമുക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഒരാൾ ഇവിടെ UAEയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ആൻഡ് കമ്പയർഡ് ടു ഓസ്ട്രേലിയ, കാനഡ, UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ്, UAE അഫോർഡബിൾ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. അതൊരു റീസണാണ്. രണ്ടാമത്തെ റീസൺ, UAE ചൂസ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി പ്രൈസാണ്. നിങ്ങൾ UKയിലേക്കോ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഏത് യൂറോപ്യൻ കൺട്രീസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും മിനിമം ഒരു 15,000 to 20,000 ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് ആ ഒരു രാജ്യത്തിലേക്ക് എത്താൻ. അത് ബ്ലോക്ക് എമൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് ആയിക്കോട്ടെ, അവിടുത്തെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഏകദേശം 15 തൊട്ട് 20 ലക്ഷത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. ബട്ട് UAEയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വെറും 2.5 lakh rupees മതി. ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഈ 2.5 ഞാൻ ബ്രേക്ക് ഡൗൺ പറയാം. ഇതിൽ ഏകദേശം 1.65 1,65,000 രൂപ പോകുന്നത് വിസ കോസ്റ്റിലേക്കാണ്. നിങ്ങൾക്ക് 2 വർഷത്തെ വിസ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ 1 വർഷം ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ഇഫ് യു ആർ കമ്മിങ് ഫോർ ബാച്ചിലേഴ്സ്. സോ 2 വർഷത്തെ വിസ, അതിനുശേഷം യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു UK യൂണിവേഴ്സിറ്റി ആയിട്ടാണ്, ആർഡൻ യൂണിവേഴ്സിറ്റി എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്. 850 pounds ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ് കംപ്ലീറ്റ് ആയി. സോ ഏകദേശം 2.5 lakh rupees പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സീറ്റ് സെക്യൂർ ആവുകയാണ്. ഇതിന് ശേഷം വരുന്നത് ട്യൂഷൻ ഫീസാണ്. നിങ്ങൾ ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ്ലി പേ ചെയ്യേണ്ട ആവശ്യമില്ല. യു ഹാവ് എൻ ഓപ്ഷൻ ടു പേ ഇൻ എ മന്ത്ലി ബേസിസ്. നിങ്ങളിവിടെ എത്തി അതിനുശേഷം ഓരോ മാസം നിങ്ങൾക്ക് $1,000 വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. $1,000 അല്ല, 1,000 dirhams വെച്ചിട്ട്. 1,000 dirhams എന്ന് പറയുന്നത് ഏകദേശം 22,000 to 24,000, 23,000 to 24,000 അടുത്ത് നിങ്ങൾക്ക് പെർ മന്ത് കോസ്റ്റ് വരുന്നുണ്ട്. അത് ട്യൂഷൻ ഫീസാണ്. ഈ പെർ മന്ത് കോസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫീസ് പേ ചെയ്യാം. അതൊരു ബേർഡനായി നിങ്ങൾക്ക് ലോണായിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളിവിടെ വന്ന് പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് ഫീസ് അടയ്ക്കാം. നിങ്ങൾക്ക് ഇവിടെ താമസത്തിൻ്റെ ചിലവ് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. സോ ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇവിടുത്തെ ഏർണിംഗ് പൊട്ടൻഷ്യൽ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പം ഇവിടുത്തെ ഏർണിംഗ് പൊട്ടൻഷ്യലിനെ കുറിച്ച് നിങ്ങളൊന്ന് സംസാരിക്കാം, നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം. നിങ്ങൾക്ക് ഏകദേശം 20 hours ഒരാഴ്ചയിൽ 20 മണിക്കൂർ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ലീഗലി ഗവൺമെൻറ് നിങ്ങൾക്ക് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഏകദേശം 80 hours ഇൻ എ വീക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 4 days മാത്രമാണ് ക്ലാസ്സസ് വരുന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ 4 മണിക്കൂർ മാത്രമാണ് ക്ലാസ്സസ്. ദർ ഇസ് നോ എക്സാമിനേഷൻസ്. എല്ലാം അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രൊജക്ട് ബേസ്ഡ് അസസ്മെൻറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ UK യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. നാട്ടിൽ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ ജോലിയില്ല, അവിടെ കമ്പനീസ് ഇല്ലയെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെറും 2.5 lakh rupees ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UAEയിലേക്ക് വരാം. ഇവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക.
ഇൻട്രസ്റ്റഡ് ആണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയായിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷനല്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് എനിക്ക് സക്സീഡ് ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്താൽ മതി. കാരണം യു ഹാവ് ടു ഫൈൻഡ് യുവർ പാർട്ട് ടൈം ജോബ്. ഓക്കെ, UK പോലെ അത്ര ടഫായിരിക്കില്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. സ്റ്റിൽ യു ഹാവ് ടു ഫൈൻഡ് യുവർ പാർട്ട് ടൈം ജോബ്. ആൻഡ് അഗെയിൻ ഒരു 3 years കമ്മിറ്റ്മെൻ്റ് ആണ്. ബാച്ചിലേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, മാസ്റ്റേഴ്സ് അല്ല. +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ഇഫ് യു ആർ റിയലി പാഷനേറ്റ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്, ആൻഡ് UK പോകാനുള്ളൊരു ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് UAE എന്നത്. ആൻഡ് ആർഡൻ യൂണിവേഴ്സിറ്റീൻ്റെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കാൻ ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത ആളുടെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ പ്രൂവ് ദി ക്രെഡിബിലിറ്റി ഓഫ് ആർഡൻ യൂണിവേഴ്സിറ്റി ഇൻ UAE. ഈ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ വളരെ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം. ഞാനൊരു തേർഡ് പാർട്ടി അല്ല, ഞാനൊരു ഏജൻ്റ് അല്ല, ഞാൻ ആ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. സോ ഡയറക്റ്റ്ലി നിങ്ങൾ കോളേജുമായിട്ടാണ് സംസാരിക്കുന്നത്. സോ ഐ ക്യാൻ ഗിവ് യു മോർ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു 1-on-1 കൗൺസിലിംഗ് സെക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് മീ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. So thank you so much for watching the video. If anyone is interested, who is really passionate, സക്സീഡ് ചെയ്യണം, ലൈഫിൽ വിജയിക്കണമെന്ന് അത്രയും അധികം ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. So thank you so much for watching this video and see you soon. Thank you.